ദീനിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണോ അല്ലേ, സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന പരിശോധനക്ക് പോലും നേരമില്ല. ഭൗതികമായ ഒരു ഓഫീസിൽ ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ 3-4 വട്ടം ചെക്ക് ചെയ്യുന്നവരാ നമ്മൾ. ആലോചിച്ച് നോക്കണം നമ്മുടെ ഒരവസ്ഥ. ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ ഒരക്ഷരത്തിന് പിശകുണ്ടോ, അക്ഷരത്തെറ്റുണ്ടോ, എവിടെയെങ്കിലും പോരായ്മണ്ടോ 2-3 തവണയൊക്കെ നോക്കി ക്ലിയർ വരുത്തിയിട്ട് നമ്മൾ കൗണ്ടറിൽ നിന്ന് പോരുള്ളൂ, കൊടുക്കുള്ളൂ. എന്താ കാരണം അറിയോ? ഇത് റിജക്റ്റ് ആയ പ്രശ്നം. പക്ഷെ നമുക്ക് അങ്ങനെ വല്ലൊരു ബേജാറുണ്ടോ? ഇന്നിപ്പോൾ സുബൈ മുതൽക്കൊന്ന് സുബഹിസ്കരിച്ചു, ളുഹർ അസർ മഗ്രിബ് ഇശയൊക്കെ കഴിഞ്ഞു. നമ്മളെ മനസ്സിൽ അങ്ങനെ വല്ല ചിന്തയും വന്നു. 5 നിസ്കാരം ഒന്ന് കഴിഞ്ഞല്ലോ, റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ ഇതിപ്പോൾ എന്തായിരിക്കും? അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്, നമ്മൾ ആട് വിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞോ? എന്താണ് അതവിടെ സ്വീകാര്യോഗ്യമായോ ഇല്ലേ? പടച്ചോനെ എന്താ എൻ്റെ അവസ്ഥ? അതാ അമലിന്റെ മുമ്പും ശേഷവും ചിന്തിക്കണം എന്ന് പറയുന്നത്. അമലിന്റെ മുമ്പും വേണം ചിന്ത, ആത്മാർത്ഥമായിട്ട് ചെയ്യണം, വളരെ കഠിനതയോടുകൂടി ആവുന്നത്ര ശ്രദ്ധയോടെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാലും സമാധാനമില്ല, പിന്നെ അതിന്റെ കബൂലിയത്തായിരിക്കണം അടുത്ത ചിന്ത. സ്വീകരിച്ചോ ഇല്ലേ? ഇങ്ങനെ പരിശോധന നടത്തുന്നവരാണ് ബുദ്ധിമാന്മാർ. ഇങ്ങനെ പരിശോധന നടത്തുന്നവൻ ഖൈറിലാണ്. ഇങ്ങനെ പരിശോധന നടത്തുന്നവരാണ് വിജയിക്കുക എന്നാ പറയുന്നത്. നമ്മളെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ആശ്വസിക്കാണ്, നിസ്കാരങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോണു, അതൊക്കെ സ്വീകരിച്ചോ ഇല്ലേന്ന് ആരാ ബേജാറാവല്? റമദാനുകൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു, സ്വീകരിച്ചോ ഇല്ലേ എന്ന് ആരാ എത്ര പേര് ബേജാറാകുന്നുണ്ട്? ഹജ്ജ് ഉംറയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പലതവണ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടാകും, അതൊക്കെ കഴിഞ്ഞു പോയി. അതിനെയൊക്കെ കുറിച്ച് ഇപ്പോഴും ഓർത്തി എൻ്റെ അമലുകൾ കബൂലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പരിശോധന, വിചാരണ. എന്നായത്ത് വിശദീകരിച്ചപ്പോ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞ വരികൾ, ഐ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. പരലോക കോടതിയിൽ വിചാരണക്കെടുക്കപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ അമലുകൾ നിങ്ങളൊന്ന് സ്വയം വിചാരണ നടത്തണം. ഏറ്റവും വലിയ ന്യായാധിപനായ അഹ്കമുൽ ഹാക്കിമീനായ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് വിചാരണ ചെയ്യ്. വൻളുറു, നിങ്ങൾ നോക്ക്, നിങ്ങളുടെ പരലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് സൂക്ഷിപ്പ് സ്വത്താക്കി നീക്കി വെച്ചിട്ടുള്ളത്? റബ്ബിക്കും, റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ നിങ്ങളെ മുഴുവനും അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ സമയത്തേക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് സൂക്ഷിപ്പ് സ്വത്ത് നീക്കിയിരിപ്പായിട്ടുള്ളത്? വഅലമൂ, നിങ്ങൾ അറിയണം, അന്നഹു, തീർച്ചയായും അല്ലാഹു, ആലിമുൻ ബിജമീഇ അഅമാലിക്കും വഅഹ്വാലിക്കും, നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഓരോ അവസ്ഥകളും നിങ്ങളുടെ മാനസികമായ അവസ്ഥ വരെ അല്ലാഹു അറിയുന്നുണ്ട്. ലാ തഖ്ഫാ അലൈഹി മിൻകും ഖാഫിയ, നിങ്ങളിൽ നിന്ന് ഒരു കാര്യവും അവന് അജ്ഞാതമായിട്ടില്ല കേട്ടോ. ആ ബോധത്തോടെ ഓരോ ദിവസവും നിങ്ങൾ പരിശോധിക്കണം, ഇതിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, പോരായ്മകളും കോട്ടങ്ങളും പരിഹരിക്കുവാനായിരിക്കണം നമ്മുടെ പരിശോധന.